അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഒരു കഥയല്ല. ഇതൊരു മന്ത്രമോ ഒരു രഹസ്യവാക്ക് പഠിപ്പിച്ചു തരുന്ന വെറുമൊരു വീഡിയോയോ അല്ല. മറിച്ച് ഇത് നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിളിയാണ്. കഴിഞ്ഞ 1400 വർഷങ്ങളായി പണ്ഡിതന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, സൂഫികൾ അതീവ രഹസ്യമായി ഹൃദയത്തിൽ സൂക്ഷിച്ച, മാലാഖമാർ പോലും അങ്ങേയറ്റത്തെ ആദരവോടെ മാത്രം മന്ത്രിക്കുന്ന ഒരു മഹത്തായ സത്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ നടന്നുകയറുന്നത്. അള്ളാഹുവിനൊരു നാമമുണ്ട്. ആ നാമത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ ദുആ ഒരിക്കലും തള്ളപ്പെടില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു നൽകിയ ഒരു നാമം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് കേവലം നാവുകൊണ്ട് ഉച്ചരിക്കാനുള്ള ഒന്നല്ല. അത് ഹൃദയത്തിൽ സ്ഫോടനാത്മകമായി അനുഭവപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അൽ ഇസ്മുൽ അഅ്ളം എന്ന ഇസ്ലാമിക സൂഫിസത്തിലെ ഏറ്റവും ഗഹനമായ രഹസ്യത്തെ തേടി നമ്മളൊരു യാത്ര പോവുകയാണ്. അത് വെറുമൊരു വാക്കായിട്ടല്ല, മറിച്ച് മാറ്റമില്ലാത്ത ഒരു ജീവിത യാഥാർത്ഥ്യമായി തന്നെ നമുക്ക് തിരിച്ചറിയണം. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുകയല്ല, മറിച്ച് ഈ വീഡിയോ നിങ്ങളെ കാണുകയാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു നാമം അത് അത്രമേൽ ശക്തമാണ്. നിങ്ങൾക്കതറിയാമെങ്കിൽ പർവ്വതങ്ങളെ പിളർത്താൻ സാധിക്കും. മാലാഖമാർ ആകാശത്തിൻ്റെ ആഴങ്ങളിൽ മാത്രം പരസ്പരം മന്ത്രിക്കുന്ന അത്രയും രഹസ്യമായൊരു നാമം. ഒരു നൂലിൽ മുത്തുകൾ എന്ന പോലെ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്തുപിടിക്കുന്ന ഒരു നാമം. അള്ളാഹുവിൻ്റെ രഹസ്യനാമമായ അൽ ഇസ്മുൽ അഅ്ളം എന്നത് ഉച്ചരിക്കാനുള്ളതല്ല, മറിച്ച് അത് ജീവിക്കാനുള്ളതാണ്. ഇന്ന് ഇസ്ലാമിക സൂഫിസത്തിലെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്കുള്ള ഒരു യാത്രയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇതിൻ്റെ അവസാനം നിങ്ങൾ ഈ നാമത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, നമുക്കതറിയാം. അർ റഹ്മാൻ, അർ റഹീം, അൽ മാലിക്, അൽ ഖുദ്ദൂസ്. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അവ മനഃപ്പാഠമാക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അവൻ രഹസ്യമായി വച്ചിരിക്കുന്ന ഒരു നാമം കൂടിയുണ്ട്. ഈ 100ാമത്തെ നാമമാണ് അൽ ഇസ്മുൽ അഅ്ളം, ഏറ്റവും മഹത്തായ നാമം. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും മഹത്തരമാകുന്നത്? കാരണം നിങ്ങൾ ഈ നാമത്തിൽ അള്ളാഹുവിനെ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും സ്വീകരിക്കപ്പെടും. അത് സങ്കല്പിച്ചു നോക്കൂ. നിങ്ങൾ ആത്മാർത്ഥതയോടെ അത് പറയുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ തന്തുക്കൾ പോലും നിങ്ങളുടെ ആവശ്യത്തിനായി വഴിമാറുന്ന അത്രയും ശക്തമായ നാമം. 1400 വർഷങ്ങളായി പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്താണ് ഈ നാമം? ചിലർ പറയുന്നു അത് അള്ളാഹു ആണെന്ന്. മറ്റു ചിലർ അൽ ഹയ്യുൽ ഖയ്യൂം, എന്നും ജീവിച്ചിരിക്കുന്നവൻ, സർവ്വനിയന്താർ എന്ന് പറയുന്നു. ചിലർ അർ റഹ്മാൻ എന്ന് പറയുന്നു. ചിലർ അത് സൂറത്തുൽ ഫാത്തിഹയിൽ ഒളിഞ്ഞിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ സൂഫികൾ തികച്ചും വ്യത്യസ്തമായൊരു പാത സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഓരോ പണ്ഡിതനും തിരയുന്നത് ഒരു വാക്കിനെയാണ്. എന്നാൽ അൽ ഇസ്മു എന്നത് നിങ്ങൾ പറയുന്ന ഒരു വാക്കല്ല, അത് നിങ്ങളായിത്തീരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ശരിയായ അറബി വാക്ക് കണ്ടെത്തിയാൽ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് കൈക്കലാക്കാമെന്നാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. സൂഫികൾ പറയുന്നു, നിങ്ങൾ വളരെ ചെറുതായാണ് ചിന്തിക്കുന്നതെന്ന്. ആ മഹത്തായ നാമം ഒരു നിഘണ്ടുവിലല്ല ഒളിഞ്ഞിരിക്കുന്നത്, അത് നിങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണാടിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ യാ റഹ്മാൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു ഗുണത്തെയാണ് വിളിക്കുന്നത്. യാ കവി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു ഗുണത്തെ വിളിക്കുന്നു. എന്നാൽ എല്ലാ നാമങ്ങളും ഒരേ സമയം അടങ്ങിയിട്ടുള്ള ഒരു നാമമുണ്ടെങ്കിലോ? അള്ളാഹുവിൻ്റെ എല്ലാ ഗുണങ്ങളുടെയും ആകെ തുകയായ ഒരു നാമം. അതുകൊണ്ട് അവർ ഖുർആനിൽ തിരയുന്നു, ഹദീസുകൾ വായിക്കുന്നു, പണ്ഡിതന്മാരോട് ചോദിക്കുന്നു. അതെ, ശക്തമായ നാമങ്ങൾ അവിടെയുണ്ട്. ഖുർആനിൽ 2699 തവണ അള്ളാഹു എന്ന് വരുന്നുണ്ട്. അർ റഹ്മാൻ 57 തവണ പരാമർശിക്കപ്പെടുന്നു. ചിലർ പറയുന്നു യാ ലത്തീഫ് എന്ന് 129 തവണ ഉരുവിട്ടാൽ പ്രയാസങ്ങൾ നീങ്ങുമെന്ന്. എന്നാൽ സൂഫികൾ ചോദിക്കുന്നു, നാമം എന്നത് വെറുമൊരു ശബ്ദമാണെങ്കിൽ അത് പറയുന്ന എല്ലാവരിലും അതെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? ഒരു തത്തയ്ക്കും അള്ളാഹു എന്ന് പറയാം. അത് പർവ്വതങ്ങളെ പിളർത്തുന്നുണ്ടോ? ഇല്ല. കാരണം അർത്ഥമില്ലാത്ത ശബ്ദം വെറും ബഹളം മാത്രമാണ്. ഇതാണ് കെണി. ആളുകൾ നാമങ്ങളെ നാണയങ്ങൾ പോലെ ശേഖരിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം ശൂന്യമായി തുടരുന്നു. നാമം ഒരു അർത്ഥമാണ്, അൽ മഅന. ഇവിടെ അന്വേഷി ആഴങ്ങളിലേക്ക് പോകുന്നു. അവർ വെറുതെ അർ റഹ്മാൻ എന്ന് പറയുകയല്ല, മറിച്ച് കാരുണ്യം തങ്ങളിലൂടെ ഒഴുകുന്നത് അവർ അനുഭവിക്കുന്നു. അവർ അൽ ജബ്ബാർ എന്ന് വെറുതെ പറയുകയല്ല, അള്ളാഹുവിൻ്റെ അതിശക്തമായ ശക്തി അവർ തിരിച്ചറിയുന്നു. ഇത് മെച്ചപ്പെട്ടതാണ്, ഇത് ആത്മാർത്ഥമാണ്. എന്നാൽ സൂഫികൾ പറയുന്നു ഇതും മതിയാവില്ല എന്ന്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ഇപ്പോഴും അള്ളാഹുവിൻ്റെ നാമങ്ങളെ
വെവ്വേറെ ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. ഒരിടത്ത് കാരുണ്യം, മറ്റൊരിടത്ത് നീതി, ഒരിടത്ത് ശക്തി, മറ്റൊരിടത്ത് സൗമ്യത. എന്നാൽ അള്ളാഹു വിഭജിക്കപ്പെട്ടവനല്ല, അള്ളാഹു ഏകനാണ്. അപ്പോൾ എങ്ങനെയാണ് ആ മഹത്തായ നാമം മറ്റനേകം ഗുണങ്ങൾക്കിടയിലെ ഒരു ഗുണം മാത്രമാകുന്നത്? അതിന് സാധിക്കില്ല. ഇത് നമ്മെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു. നാമം ഒരു സ്വത്വമാണ്, അൽ ഹഖ്. ഇവിടെയാണ് സൂഫികൾ നിങ്ങൾ ഇതുവരെ കേട്ടതിനും അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അവർ പറയുന്നു, അൽ ഇസ്മുൽ അഅലം എന്നത് അള്ളാഹുവിനുള്ള ഒരു നാമമല്ല, അത് അള്ളാഹു തന്നെയായ നാമമാണ്. ഞാനിതൊന്ന് വിശദീകരിക്കാം. അള്ളാഹു കാരുണ്യവാനാണ് എന്ന് പറയുമ്പോൾ കാരുണ്യം അവൻ്റെ ഗുണങ്ങളിൽ ഒന്നാണെന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്നാൽ അള്ളാഹു അൽ ഇസ്മുൽ അഅലമാണ് എന്ന് പറയുമ്പോൾ ഈ നാമം അവൻ്റെ തന്നെ അസ്തിത്വമാണെന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്താണ് അവൻ്റെ അസ്തിത്വം? അത് ശുദ്ധമായ നിലനിൽപ്പാണ്, പരിപൂർണമായ അസ്തിത്വമാണ്, വുജൂദ്. ഇതിനെ ഇങ്ങനെ ചിന്തിക്കുക. സൂര്യൻ ചൂടുള്ളതാണ് എന്ന് പറയുന്നത് അർ റഹ്മാൻ പോലെയാണ്. സൂര്യൻ പ്രകാശമുള്ളതാണ് എന്ന് പറയുന്നത് അൽ മാലിക് പോലെയാണ്. എന്നാൽ സൂര്യൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നതാണ് അൽ ഇസ്മുൽ കാലം. നിലനിൽപ്പില്ലാതെ ചൂടോ പ്രകാശമോ മറ്റൊന്നും തന്നെയില്ല. അതുകൊണ്ട് ആ മഹത്തായ നാമം അള്ളാഹുവിൻ്റെ ഒരു ഗുണമല്ല, അത് അള്ളാഹു തന്നെയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ആഴം കൂടുന്നത്. നിങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ, അല്ലേ? നിങ്ങളുടെ നിലനിൽപ്പ് എവിടെ നിന്ന് വരുന്നു? അവനിൽ നിന്ന്. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ മഹത്തായ നാമം ഇതിനകം തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളൊരു തിരമാലയാണ്, ആ മഹത്തായ നാമം സമുദ്രമാണ്. നിങ്ങളൊരു രശ്മിയാണ്, ആ നാമം ആ വാക്കിനെ ഉച്ചരിക്കുന്ന ശ്വാസമാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് സൂഫികൾ ഇതെല്ലാവരോടും പറഞ്ഞില്ല? കാരണം തയ്യാറെടുപ്പില്ലാത്ത അറിവ് വിഷമാണ്. ഒരു കുട്ടിയുടെ കയ്യിൽ മൂർച്ചയുള്ള കത്തി കൊടുക്കുന്നത് ആലോചിച്ചു നോക്കൂ, അവർ സ്വയം പരിക്കേൽക്കും. ഒരു അത്യാഗ്രഹിയായ മനുഷ്യന് പരിധിയില്ലാത്ത അധികാരം നൽകുന്നത് ആലോചിച്ചു നോക്കൂ, അവൻ ലോകത്തെ നശിപ്പിക്കും. മഹത്തായ നാമവും അതുപോലെയാണ്. നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങളിത് അറിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ നിങ്ങൾ അഹങ്കാരിയാകും. അള്ളാഹുവിൻ്റെ രഹസ്യം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സവിശേഷനാണ് എന്ന് നിങ്ങൾ കരുതും. അല്ലെങ്കിൽ നിങ്ങളത് ദുരുപയോഗിക്കും, സ്വാർത്ഥലാഭത്തിനായി യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. രണ്ടും ആത്മനാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് സൂഫികൾ പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ് മരിച്ചവന് മാത്രമേ ആ നാമം വെളിപ്പെടുകയുള്ളൂ എന്ന്. എന്താണതിനർത്ഥം? സൂഫി ദർശനത്തിൽ ഫന എന്നൊരു സങ്കല്പമുണ്ട്. നിങ്ങളുടെ ഈ ഞാൻ, എൻ്റെ എന്ന അഹങ്കാരം ഇല്ലാതാകണമെന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് മരിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്ന മിഥ്യാധാരണ ഉപേക്ഷിക്കണമെന്നാണ് പ്രവാചകൻ അർത്ഥമാക്കിയത്. കാരണം ഞാൻ അള്ളാഹുവിൽ നിന്ന് വേറിട്ടവനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തോളം കാലം ആ മഹത്തായ നാമം നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കും. എന്നാൽ അവനിലൂടെയല്ലാതെ എനിക്ക് നിലനിൽപ്പില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം ആ മറ നീങ്ങുകയും അതൊരു പുസ്തകത്തിലെ വാക്കോ രഹസ്യമന്ത്രമോ അല്ലെന്നും മറിച്ച് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്നും നിങ്ങൾ കാണുന്നു. കണ്ടെത്താനുള്ള വഴികൾ. സൂഫികൾ ഇതിനെ അൽ ഇസ്മുൽ മക്തൂം അഥവാ ഒളിഞ്ഞിരിക്കുന്ന നാമം എന്ന് വിളിക്കുന്നു. അള്ളാഹു അത് ഒളിപ്പിച്ചു വെച്ചതുകൊണ്ടല്ല അത് രഹസ്യമാകുന്നത്, മറിച്ച് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര വലുതായതുകൊണ്ടാണ് അത് മറഞ്ഞിരിക്കുന്നത്. സമുദ്രത്തെ മുഴുവൻ ഒരു കപ്പിലേക്ക് പകരാൻ ശ്രമിക്കുന്നത് ആലോചിച്ചു നോക്കൂ, അസാധ്യമാണല്ലേ? അതാണ് അൽ ഇസ്മുൽ അഅലമിനെ മനുഷ്യഭാഷയിൽ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്. ആ നാമം കണ്ടെത്താൻ മഹാന്മാരായ സൂഫികൾ നൽകിയ 3 സൂചനകൾ ഇവയാണ്. 1. കണ്ണാടി ശുദ്ധീകരിക്കുക. നിങ്ങളുടെ ഹൃദയം ഒരു കണ്ണാടിയാണ്. ദേഷ്യം, അത്യാഗ്രഹം, അഹങ്കാരം, പേടി എന്നിവ ആ കണ്ണാടിയെ അഴുക്കാക്കുന്നു. ദിക്റിലൂടെയും ക്ഷമയിലൂടെയും അത് വൃത്തിയാക്കുക. നിങ്ങൾ കണ്ണാടി വൃത്തിയാക്കുന്നത് അള്ളാഹുവിനെ കാണാനല്ല, മറിച്ച് കണ്ണാടിക്ക് സ്വന്തമായി നിലനിൽപ്പില്ല എന്ന് കാണാനാണ്. ശ്വാസത്തിനുള്ളിലേക്കെടുക്കുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും ഇടയിലുള്ള ആ ചെറിയ നിമിഷം ശ്രദ്ധിക്കുക. ആ നിശ്ചലത വെറുമൊരു ശൂന്യതയല്ല, അത് ശ്വാസത്തിൻ്റെ രൂപമെടുക്കുന്നതിന് മുമ്പുള്ള അള്ളാഹുവിൻ്റെ സാന്നിധ്യമാണ്. എല്ലാത്തിലും ആ നാമം കാണുക. ഒരു മരമോ പുഴയോ സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്നവകാശപ്പെടുന്നില്ല, അവ വെറുതെ നിലനിൽക്കുന്നു. നിങ്ങളുടെ അനുവാദമില്ലാതെ ഹൃദയമിടിക്കുന്നു, രക്തമൊഴുകുന്നു. നിങ്ങളെക്കാൾ വലിയൊരെന്തോ നിങ്ങളെ ജീവിപ്പിക്കുകയാണ്. ആ എന്തോ ഒന്നാണ് മഹത്തായ നാമം. സൂഫികൾ പറയുന്നത് ആ നാമം നിങ്ങൾ നേടിയെടുക്കുന്നതൊന്നല്ല, അത് നിങ്ങൾ ഓർത്തെടുക്കുന്നതൊന്നാണ്. ഈ ലോകത്തേക്ക് വരുന്ന ഓരോ കുഞ്ഞും ഒരേ ശബ്ദത്തിലാണ് കരയുന്നത്.
അത് വെറുമൊരു ശബ്ദമല്ല, അസ്തിത്വത്തിൻ്റെ പ്രഖ്യാപനമാണ്. എന്നെങ്കിലും നിങ്ങളുടെ ആത്മാവ് അതിൻ്റെ ഉറവിടത്തിലേക്ക് മടങ്ങുമ്പോൾ അത് വീണ്ടും പറയും, അത് വേദന കൊണ്ടാവില്ല, തിരിച്ചറിവ് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതായിരുന്നു അതെല്ലാം. ഈ യാത്ര ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓർക്കുക, അൽ ഇസ്മുൽ അഅ്ലം എന്നത് നിങ്ങൾ എവിടെ നിന്നോ പുതുതായി കണ്ടെത്തേണ്ട ഒരു രഹസ്യമല്ല, പകരം നിങ്ങൾ എപ്പോഴോ മറന്നുപോയ ഒരു വലിയ സത്യം മാത്രമാണ്. നിങ്ങൾ അവനിൽ നിന്ന് വേറിട്ട ഒരാളാണെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം ആ മഹത്തായ നാമം നിങ്ങൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കും. എന്നാൽ അവനില്ലാതെ എനിക്കൊരു ശ്വാസം പോലുമില്ല എന്ന് ഹൃദയം തിരിച്ചറിയുന്ന നിമിഷം അവിടെ പിന്നീട് ഒരു വാക്കിൻ്റെ ആവശ്യമില്ല, ഒരു മന്ത്രമോ ഒരു പേരോ പോലും അവിടെ വേണ്ടിവരില്ല. അവിടെ അല്ലാഹു മാത്രമേ ഉണ്ടാകൂ. ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വെറുതെ അടുത്തതിലേക്ക് പോകരുത്. ഒരു 5 മിനിറ്റ് തികഞ്ഞ നിശബ്ദതയിലിരിക്കുക, നിങ്ങളുടെ ശ്വാസം ശ്രദ്ധിക്കുക. എന്നിട്ട് മനസ്സുകൊണ്ടല്ല, ആത്മാവുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക, യാ അല്ലാഹ്, നിന്റെ അറിവിൽ എൻ്റെ യഥാർത്ഥ പേരെന്താണ്? എല്ലാ മറകളെയും പൊളിക്കുന്ന ആ പരമമായ സത്യത്തിലേക്ക് അല്ലാഹു നമ്മെ നയിക്കട്ടെ. അവൻ്റെ മഹത്തായ നാമത്തെ പ്രതിഫലിപ്പിക്കുന്ന യോഗ്യമായ കണ്ണാടികളായി നമ്മെ അവൻ മാറ്റിത്തരട്ടെ. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ തോന്നുന്ന ചിന്തകൾ താഴെ കമൻ്റായി പങ്കുവയ്ക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരാത്മീയ രഹസ്യവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.